വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു LBS അപ്ഡേറ്റുമായിട്ടാണ്. നമ്മുടെ LBSന്റെ ഡിപ്ലോമ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേജസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെർട്ടിക്കൽ സെക്ഷനിൽ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വെർട്ടിക്കൽ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം 2025-26 അത് ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 14 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 12 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. SC/ST കാറ്റഗറി ഒഴിച്ചുള്ള എല്ലാവർക്കും വരുന്ന ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 600 റുപ്പീസ് ആണ്. SC/ST കാറ്റഗറിക്ക് മാത്രം 300 റുപ്പീസ് ആണ് കേട്ടോ. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഗവൺമെന്റ് കോളേജസിലുള്ള ഡിപ്ലോമ കോഴ്സസും സെൽഫ് ഫിനാൻസിങ് കോളേജസിലുള്ള ഡിപ്ലോമ കോഴ്സസിനും ഒരുമിച്ച് തന്നെയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത്. 2 അപേക്ഷയായിട്ട് കൊടുക്കേണ്ട. അതോടൊപ്പം തന്നെ ഓരോ കോഴ്സിനും ഓരോ അപേക്ഷയായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം എല്ലാ സബ്ജക്ട്സും കോളേജസും ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വെച്ചാൽ മാത്രം മതി. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈം ആകുമ്പോൾ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓഗസ്റ്റ് 12 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓഗസ്റ്റ് 12 മുന്നേ തന്നെ നിങ്ങൾ ഫീസ് അടച്ചിരിക്കണം. അതിനുശേഷം എന്തെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 വരെ നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ്സും പിന്നീട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. നമ്മുടെ LBS വെബ്സൈറ്റിൽ ഇതിന്റെ പ്രോസ്പെക്ടസ് എല്ലാം തന്നിട്ടുണ്ട്. അത് മുഴുവനായിട്ടിരുന്ന് വായിച്ചതിന് ശേഷം മാത്രം ഇതിനെപ്പറ്റി അപേക്ഷിക്കുക. പല കുട്ടികളും BSc അപേക്ഷിച്ചപ്പോൾ പല തെറ്റുകളും വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഡിപ്ലോമ അപേക്ഷിക്കുമ്പോൾ ആ തെറ്റുകളൊന്നും വരുത്താതെ ശ്രദ്ധിക്കുക. LBSൽ ലാസ്റ്റ് ഇതെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപേക്ഷ ചെയ്യുന്ന സമയത്ത് റിസർവേഷൻ ഉള്ള കുട്ടികൾ റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. DPharmനാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിലെല്ലാം 40% കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. +1 മാർക്കല്ല, +2 മാത്രം മാർക്കാണ് കേട്ടോ നോക്കുന്നത്. അതോടൊപ്പം സ്പോർട്സ് കോട്ട റിസർവേഷനിലാണ് വേണ്ടത് എന്നുള്ളവർ അതനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. സർവീസ് കോട്ട റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരേണ്ട കുട്ടികൾ അതനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയുള്ള 16 ഡിപ്ലോമ കോഴ്സസിലേക്കാണ് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് DPharm, ഹെൽത്ത് ഇൻസ്പെക്ടർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, റേഡിയോളജി ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡെന്റൽ മെക്കാനിക്സ്, ഡയാലിസിസ് ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റന്റ്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, കാർഡിയോവാസ്കുലർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, റെസ്പിറേറ്ററി ടെക്നോളജി. ടോട്ടൽ 16 ഡിപ്ലോമ കോഴ്സസിനാണ് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സ്പോർട്സ് കോട്ട റിസർവേഷൻ കിട്ടേണ്ട കുട്ടികൾ അപേക്ഷിച്ചതിന് ശേഷം ആ സമയത്ത് കിട്ടുന്ന പ്രിന്റ് ഔട്ടും നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ട്, കോപ്പി ഇതെല്ലാം കൂടി ചേർത്ത് സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ TVM എന്ന അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇത് അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഓഗസ്റ്റ് 12 വൈകിട്ട് 5 മണിക്ക് മുന്നേ ഇത് എത്തുന്ന രീതിയിൽ വേണം അയച്ചു കൊടുക്കാനായിട്ട്. അതായത് ലേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അയച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. OBCയിലുള്ള കുട്ടികൾക്കും റിസർവേഷൻ ഉള്ളതാണ്. ആ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. നമുക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനുമുണ്ട്, എംപ്ലോയ്മെന്റ് പർപ്പസിനുമുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ് വാങ്ങിച്ചത് എന്ന് ഉറപ്പുവരുത്തുക. EWC റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരേണ്ട കുട്ടികൾ വില്ലേജ് ഓഫീസിൽ നിന്നുമാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. ആനുവൽ ഇൻകം 4 ലക്ഷത്തിന് താഴെ ആയിരിക്കണം എന്നുള്ളത് നോക്കേണ്ടതാണ്. SC/ST കാറ്റഗറിയിലെ കുട്ടികൾക്ക് റിസർവേഷന് വേണ്ടിയിട്ടും കൺസെഷന് വേണ്ടിയിട്ടും നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കാറ്റഗറി ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് മാറിപ്പോകരുത് കേട്ടോ. ഫിഷർമാൻ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ ആരും മറന്നു പോകരുത്.
നമുക്ക് രണ്ട് രീതിയിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഒന്ന് ഡിഫാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അതിന് +2 ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നോക്കുന്നത് എന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ബാക്കി ഡിഫാം ഒഴികെയുള്ള ബാക്കി എല്ലാ ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സസും ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും എല്ലാം ഇതിലായിരിക്കും വരുന്നത്. സെക്കൻഡ് റാങ്ക് ലിസ്റ്റിലായിരിക്കും വരുന്നുണ്ടാവുക. അതിനുശേഷമായിരിക്കും നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈം വരുന്നത്. അതെല്ലാം നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വില്ലേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കുട്ടികൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് എന്നത് ഉറപ്പുവരുത്തണം. എല്ലാവരും സൈറ്റിൽ കയറി പ്രോസ്പെക്ടേഴ്സ് മുഴുവനായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്റർകാസ്റ്റ് മാരേജിൽ വരുന്ന ഏതെങ്കിലും കുട്ടിക്ക് SC/ST കാറ്റഗറി ആണ് റിസർവേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യേണ്ട രീതികളെല്ലാം പ്രോസ്പെക്ടിക്സിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടിക്സിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോസ്പെക്ടേഴ്സ് വായിച്ചതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാവൂ. അപ്പം കേരളത്തിലല്ലാതെ പുറത്തു നിന്നിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട രീതിയും നമ്മുടെ പ്രോസ്പെക്ടീസിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.